വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുമ മിസ് ആണ്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ടല്ലേ. സോ ഇന്ന് മിസ് വന്നിരിക്കുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആൻഡ് ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷൻസ് അല്ലേ. അപ്പൊ പല ഓർഗാനിസത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഓരോ ഓർഗാനിസത്തിന്റെയും ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള വേയിലാണ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട് അല്ലെ. അതിൽ മേജർ ആയിട്ട് രണ്ട് കാറ്റഗറി ആണുള്ളത്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെട്രോട്രോഫിക് ന്യൂട്രീഷനും. എന്താണ് ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ, ആ സമയത്ത് ഒരേ ഒരാൾക്കാരെയാണ്. ആരെ ആലോചിക്കേണ്ടത്? പ്ലാന്റ്സിനെ അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഇസ് ദ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ വേർ ഓർഗാനിസം സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് അല്ലെ. അവരുടെ സ്വന്തം ഫുഡ് എന്ത് ചെയ്യും? അവർ സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം അബയോട്ടിക് ഫാക്ടേഴ്സ്. എന്താ ഈ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അല്ലെ നോൺ ലിവിങ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടാവില്ലേ. ആ നോൺ ലിവിങ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിജൻ വരും, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വരും, സോയിൽ വരും, അതേപോലെ തന്നെ വാട്ടർ വരും അല്ലെ. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്നുള്ള പെർട്ടിക്കുലർ പ്രോസസ്സ് വഴിയാണ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നടക്കുന്നത്. അപ്പോൾ ന്യൂട്രീഷന് ഈ പറയുന്ന ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന എന്താ? വാട്ടർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ. ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള സൺലൈറ്റ് ഉണ്ട്. ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള സം അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയും. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അല്ലേ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. അതായത് ഹെട്രോട്രോഫ്സ് ആർ ദ ഓർഗാനിസം who are unable to produce their own food, therefore they depend on other sources for their food അല്ലേ. അതായത് എക്സ്റ്റേണൽ സോഴ്സസിനെ അവരെന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അപ്പം എല്ലാ ആളുകളും അല്ലേ, ബാക്കിയുള്ള സ്വന്തമായിട്ട് ഫുഡ് ചെയ്യാൻ പറ്റാത്ത എല്ലാ ആൾക്കാരും ഏത് കാറ്റഗറിയിലാണ് വരിക? ഹെട്രോട്രോഫിക് ന്യൂട്രീഷനിൽ. അപ്പോൾ ഈ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഈ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ അല്ലേ, എന്താ പറയുക, പല ടൈപ്പ് ആളുകൾ അതിൻ്റെ അകത്ത് വരും. പാരസൈറ്റിക് പ്ലാന്റ്സ് വരും, അതേപോലെ തന്നെ ഹ്യൂമൻ ബീങ്സ് വരും അല്ലേ. ഓരോ കാറ്റഗറിയാണ്. അതേപോലെ തന്നെ അമീബ, പാരമീസിയം പോലെയുള്ള ആളുകൾ വരും അല്ലേ. ഓരോ ടൈപ്പ് ഓഫ് ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതിനകത്ത് നോക്കിക്കാണാം. അപ്പോൾ ഹെട്രോട്രോഫിക് ന്യൂട്രീഷനെ പ്രധാനമായിട്ട് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ സാപ്രോഫൈറ്റിക്സ് വരുന്നുണ്ട്, പാരസൈറ്റിക് വരുന്നുണ്ട്, ഹോളോസോയിക് വരുന്നുണ്ട്. ഇതിൽ സാപ്രോഫൈറ്റിക് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഒന്നുകൂടെ ഇത് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുകയാണ്. എന്താണ് ഈ സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ തിന്ന് ജീവിക്കുന്ന ആളുകളാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. പ്ലാന്റ് ദാറ്റ് ഒബ്റ്റെയിൻ ദ ഫുഡ് ഫ്രം ഡെഡ് ആൻഡ് ഡിക്കേയിങ് ബോഡീസ് ഓഫ് അതർ ഓർഗാനിസംസ് ആർ കോൾഡ് സാപ്രോഫൈറ്റിക് പ്ലാന്റ്സ്. അതിൽ സാപ്രോഫൈറ്റിക് പ്ലാന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിന് എക്സാമ്പിൾ ആരൊക്കെയാ? ഈസ്റ്റ്, മഷ്റൂം അല്ലെ. ഈസ്റ്റും മഷ്റൂമാണ് നമ്മൾ സാപ്രോഫൈറ്റ്സിൽ വരുന്നത്. ഇനി പാരസൈറ്റ്സിൽ വരുന്ന ആൾക്കാരുണ്ട്. പാരസൈറ്റിക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അല്ലെ കസ്ക്യൂട്ട, റെഫ്ലേഷ്യ, ഇതൊക്കെ എന്താണ്? പാരസൈറ്റ്സ് ആണ്. പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ പരാദങ്ങൾ എന്ന് മലയാളത്തിൽ പറയും അല്ലെ. യെസ്. അപ്പോൾ പാരസൈറ്റ്സ് എന്ന് പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഫുഡിന് വേണ്ടിയിട്ട് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ സെമി പാരസൈറ്റ്സും ഉണ്ട്, ഫുള്ളി പാരസൈറ്റ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഒരു കാറ്റഗറിയാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ. എപ്പിഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ മോസസ്, ഫേൺസ് എക്സെട്ര. അവരൊക്കെ എന്താ ചെയ്യുന്നത്? പ്രധാനമായിട്ടും എപ്പിഫൈറ്റ്സ് ഒക്കെ അവർ ഡിപ്പെൻഡൻസി കാണിക്കുന്നുണ്ട്, പക്ഷെ പാരസൈറ്റിനെ പോലെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നില്ല, ന്യൂട്രീഷൻസും വലിച്ചെടുക്കുന്നൊന്നും ഇല്ല. അപ്പോൾ എപ്പിഫൈറ്റ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, എപ്പിഫൈറ്റ്സ് എന്തല്ല പാരസൈറ്റ്സിനെ പോലെ കംപ്ലീറ്റ്ലി വലിച്ചെടുക്കുന്നൊന്നുമില്ല അല്ലേ. ഇവർക്ക് ആകെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് താമസിക്കാനുള്ള ഒരു സ്ഥലം മാത്രം. ബാക്കി മിനറൽസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ മോയ്സ്ചർ ആയിക്കോട്ടെ, അതൊക്കെ അവർ എന്ത് ചെയ്തോളും? ഈ പറഞ്ഞ പ്ലാന്റിന്റെ പുറത്തു നിന്ന്, അതായത് എയർ എന്നൊക്കെ അവർ വലിച്ചെടുത്തോളും. സോ എപ്പിഫൈറ്റ് ഈസ് എ പ്ലാന്റ് ഓർ പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം ദാറ്റ് ഗ്രോസ് ഓൺ ദ സർഫസ് ഓഫ് അനദർ പ്ലാന്റ് ആൻഡ് ഡിറൈവ്സ് ഇറ്റ്സ് മോയ്സ്ചർ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം ദ എയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ എപ്പിഫൈറ്റ്സിന് എന്താ ആവശ്യം? ഒരു താമസമാണ് പ്രധാനമായിട്ടും ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ 2 കാറ്റഗറിയാണ് അല്ലേ ന്യൂട്രീഷൻസിൽ തന്നെയുള്ള. നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്നും ഇതുപോലെ കണ്ടെത്തി എഴുതുക. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് മിസ് വിചാരിക്കുന്നു. യെസ്. ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ആണ്. ഇതുപോലെ ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അപ്പോൾ ന്യൂട്രീഷനെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ പോയിന്റുകൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. യെസ്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Until then, bye bye.